ഭൂതങ്ങൾ, പ്രേതങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഇവരെ പുറം ലോകം വിശേഷിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരതൊന്നുമല്ല. പ്രകൃതിയോട് അതിയായ സ്നേഹവും സദാസമയം ജാഗ്രതയും എന്തിനോടും പേടിയുമുള്ള നിഷ്കളങ്കരായ കുറേ പേർ. പക്ഷേ നമ്മുടെ ഇടയിൽ കാണുന്ന പല നെഗറ്റീവ്സും ഇവരുടെ ഇടയിലും ഉണ്ട്. ആയുധു, ഭേട്ട, തർലേർ, ഇവരെയാണ് ഇവിടെ ഏറ്റവും കീഴ്ജാതിയായി കണക്കാക്കുന്നത്. അവരാണ് പക്ഷേ ഈ ഗ്രാമത്തിൻ്റെ ഷിയർ എക്സിസ്റ്റൻസ്, ഈ ഗ്രാമത്തിൻ്റെ വിശപ്പകറ്റുന്നവർ. അതാ മീൻ പിടിക്കുന്ന കണ്ടോ, അവരാണ് തർലേർ. നായാട്ട് നടത്തുന്നവർ ഭേട്ട. ഗ്രാമം സംരക്ഷിക്കുന്നതും ഈ ജാതിപ്പെട്ടവരാണ്. ഈ സ്പീക്കേഴ്സിൽ അവരുടെ ശബ്ദം കേൾക്കാം അല്ലേ? അതല്ല ടെക്നോളജി. അവരെ അറിയാതെ ഞാൻ പല സ്ഥലങ്ങളിലും മൈക്രോഫോൺസ് വെച്ചിട്ടുണ്ട്. அவங்க வெப்பன்ஸ்லாம் பார்த்தா ரொம்ப ஆதி காலத்து ஆயுதம் மாதிரி இருக்கு. സാം, അതിന് വെപ്പൺസ് ഇവരിപ്പോഴും ഹണ്ടിങ്ങിന് മാത്രമേ ഉപയോഗിക്കൂ. ഒരു ശത്രു രാജ്യമൊന്നുമില്ലല്ലോ ഇവർക്ക് യുദ്ധം ചെയ്യാൻ. അതുകൊണ്ട് അവരുടെ വെപ്പൺസിനൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. இதை பார்த்தா டார்சன் காமிக் படிக்கிற மாதிரி இருக்கு. സോ ഫ്ലെക്സിബിൾ. ഇന്ന് വരെ ഇവരാരും മരത്തിൽ നിന്ന് വീണതായിട്ടും പരിക്ക് പറ്റിയതായിട്ടും ഞാൻ കണ്ടിട്ടില്ല. അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മരങ്ങൾ. എന്തിനാ അവരതൊക്കെ ബാസ്ക്കറ്റിനുള്ളിലേക്ക് വെക്കണത്? മധു, അതാണ് അതിൻ്റെ ഒരു തമാശ. കെലമതിയിൽ നിന്ന് മധ്യമതിയിലേക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റിവിറ്റി. ഇവരും നമ്മളും തമ്മിലുള്ള ഒരു സാമ്യത, ജാതി വ്യത്യാസം. ഈ ഗ്രാമം കണ്ടില്ലേ, 3 ഡിഫറെൻറ്റ് ലെവലുകളായിട്ടാണ്: കെലമതി, മധ്യമതി, മുഖ്യമതി. ഇതുവരെ എല്ലായിടത്തും ഉണ്ടല്ലോ. എവിടെ, ഞാൻ നോക്കട്ടെ. കുഞ്ഞാത്തനും കരിയാത്തനും, ദ ഐസ് ഓഫ് 7000 കണ്ടി. ഞാനിവിടെ വന്ന കാലം തൊട്ട് അവരെന്നെ ഇതേമാതിരി നോക്കിയിരിക്കുക. നിങ്ങൾ വരുമ്പോഴും ചിലപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും. കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തന്നെ ഉണ്ടല്ലോ ഇവിടെ. എല്ലാം സെൽഫ് സഫിഷ്യൻറ്റ്. സാർ, ഇതാണ് മധ്യമതി. ഇവിടെയാണ് വീവേഴ്സും പോർട്ടേഴ്സും ഒക്കെ ഉള്ളത്. കെലമതിയിലുള്ളവർ മധ്യമതിയിലേക്ക് കയറാൻ പാടില്ല. ഓ, ചാണോപ്പറ്റ, വെരി ഇൻട്രസ്റ്റിംഗ്. അതാരാ അത്? ഓ, അത് നീലിയാണ്. ആൻഡ് ദിസ് ഈസ് കരിയാൻ, ദ ബ്ലാക്ക് സ്മിത്ത്. കബണാർ ജാതിയിൽപ്പെട്ടതാണ്. കെലമതിയിലേക്കുള്ള വെപ്പൺസ് ഉണ്ടാക്കുക. കരിയാൻ മുഖാര ജാതിയിൽപ്പെട്ട നെയ്ത്തുകാരി തിരുതയിൽ അയിനടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷെ ഇവിടെയും സെയിം സോഷ്യൽ സ്റ്റിഗ്മ. ഈ 2 ജാതികൾ തമ്മിൽ മംഗലം പാടില്ല. മംഗലോ? അതെന്താ? കല്യാണം. അവരെന്താ അവിടെ ആയിരിക്കണത്? ശേഖരണം കുലത്തൊഴിലായി എടുത്തിട്ടുള്ള ആയുധ വിഭാഗത്തിൽപ്പെട്ടവർ. കരിയാനുള്ള മെറ്റൽ ഓർ കളക്ട് ചെയ്യുക. വാട്ടർ വേസ് കണ്ടില്ലേ, ഇനിയപ്പയുടെ ക്രിയേഷനാണ്. He seems to be an adventure junkie like me. That's ഇനിയപ്പ. He is the chief engineer of 7000 കണ്ടി. ഗ്രാമത്തിൻ്റെ മുഴുവൻ മെയിൻ്റനൻസിൻ്റെയും ചുമതല പുള്ളിക്കാരനാണ്. ഇവിടെ കാണുന്ന മെഷീൻസൊക്കെ അവൻ്റെ സൃഷ്ടിയാണ്. ഇത് മടിക്കേർ വിഭാഗം. ഈ കന്നഡയില് മടിക്കെന്ന് പറഞ്ഞു വെച്ചാ മൺകലം. അതിപ്പോൾ ഹിന്ദിയിലും മഡ്ക എന്ന് തന്നെ പറയുന്നു. ആഹാ, കുഞ്ഞിനും കറിയുന്ന താഴ്ത്തെത്തിയില്ലോ. ഓട്. ഇവരാണല്ലേ ഇവിടുത്തെ പൂവാലന്മാര്. നായ്ക്കൊരെണ്ണം നോക്കും തോറും ചൊറിച്ചിൽ കൂടുക എന്നല്ല പറയാ, അല്ല സാർ? ഇവരെന്താ ഈ കുടിക്കണത്? സം കൈൻഡ് ഓഫ് ആൽക്കഹോൾ? അവരുടെ സ്പിരിറ്റ് ആണത്, മത്ത്. മത്തോ? ആ, മധു, ഒന്ന് നോക്ക. എന്താ അവര് തുപ്പണത്? ഒരു തരം കിഴങ്ങ. ഇവിടെയാണ് ഇതിന്റെ അയർണി. തമ്മിൽ തൊടാൻ പാടില്ലെങ്കിലും കെലമതിയിലെ പെണ്ണുങ്ങൾ ചവച്ചു തുപ്പുന്ന ഈ കിഴങ്ങ് വെച്ചാണ് മുഖ്യമതിയിലേക്കും മധ്യമതിയിലേക്കുമുള്ള മത്തുണ്ടാക്കുന്നത്. അതാണ് പറങ്ങോടൻ, ഇപ്പോൾ ഇവിടുത്തെ കാരണവർ. മെയിൻ ആക്ടിവിറ്റി വെറുതെ കളിച്ച് സമയം കളയുക, സ്ഥിരമായി കളിക്കുക, തോൽക്കുക. ഇന്നത്തെ കളി തോറ്റൻ്റെ ക്ഷീണത്തിലാണ്. ഓ, ഞാൻ പറയാൻ മറന്നു. ഇതൊരു മേട്രിയാക്കൽ സൊസൈറ്റിയാണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ തറവാട്ടമ്മ എന്ന് വേണമെങ്കിൽ പറയാം. മീൻകണ്ണി, പറങ്ങോടൻ്റെ നീസ്. പെണ്ണ് നല്ല കുറുമ്പിയാണല്ലേ? പൊന്നി. മീൻകണ്ണിയുടെ അനിയത്തി. തറവാട്ടമ്മയാവാൻ നെക്സ്റ്റ് ഇൻ ദ ലൈൻ. അവൾക്ക് ഈ ജാതിയും കൂലിയൊന്നുമില്ല. എല്ലായിടത്തും പോകും, എല്ലാവരെയും തൊടും.
അവൾ കാരണം ഇവിടുത്തെ എല്ലാ തട്ടിലുള്ള കുട്ടികൾക്കും എവിടെ വേണേലും പോവാം. എത്ര പറയുന്നു എപ്പോ താത്തിരിക്ക് കാല് പൂത്തു പോ. വിളിക്കേണ്ട വേഗം വരണം. കൂട്ടിട്ട് പോ. മീൻകണ്ണി ഒരു ടഫ് നട്ടാണ്. ദയാദാക്ഷിണ്യം എന്നുള്ളത് അവളുടെ വൊക്കാബുലറിയിലേ ഇല്ല. അവർ പ്രിമിറ്റീവ് ആയിരിക്കാം, പക്ഷേ അവർക്ക് അവരുടേതായ ഒരു ഫാഷൻ സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. ഒരു സ്റ്റൈലിസ്റ്റ് ഇവര് അതാണ് ചെറുക്കൻ. മറ്റേതവൻ്റെ അസിസ്റ്റന്റ്. പക്ഷെ ഇതുവരെ അവൻ്റെ പേര് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ചെങ്ങായി പശുക്കൂട്ടിലല്ലേ? ഓ, അതാണ് ഇവിടുത്തെ ജയില്. ഉള്ളിൽ കിടക്കുന്നത് ഐത്തൻ. അവനെ ഊര് വിലക്കിയതാ. കുറ്റം ചെയ്താൽ ഇവർക്കുള്ള ശിക്ഷ ഈ ജയില. ആ താഴത്ത് കാണുന്നത് അവൻ്റെ ഫാമിലിയാ. ഒളിച്ച് ഭക്ഷണം കൊടുക്കാൻ വന്നിരിക്കുക. മധു ഒന്ന് മേലേക്ക് നോക്ക്. ആ കാണുന്നത് ഗുഗുത്തായുടെ കുടിലാണ്. ഒരു സ്ട്രേഞ്ച് കുടിലാണല്ലോ അത്. ആ വന്നല്ലോ. ഈ കാട്ടിൽ പുതുതായിട്ട് ആര് വന്നാലും ഗുഗുത്തായി അറിയും. ഇവിടുത്തെ ആസ്ട്രോളജറും കാലാവസ്ഥാ നിരീക്ഷകയും ഒക്കെ ഗുഗുത്തായാണ്. ഷീ ഈസ് ഓൾസോ ദ ഡോക്ടർ ഹിയർ. ഒരു വിച്ച് ഡോക്ടർ എന്നൊക്കെ വിളിക്കാം. നീ പൊണ്ണ. കത്തിയ കൊരങ്ക. വേടൻ്റെ സ്മോക്കിംഗ് കമ്പനിയാണ് ഗുഗു. 7000 കണ്ടിയുമായിട്ടുള്ള ഞങ്ങളുടെ ഒരേ ഒരു കണക്റ്റിംഗ് ലിങ്ക്. ആൻഡ് ദിസ് ഈസ് ചാത്ത, ഗുഗുവിൻ്റെ അപ്രൻറ്റീസ്. ഓ പോയോ? ഇവർക്ക് തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും. ഇതിൻ്റെ ഹിസ്റ്ററി കുറേ ഗുഗുത്തായി പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. പല ലൈബ്രറീസ് ആർക്കൈവ്സിൽ നിന്നൊക്കെ കുറച്ച് ഡീറ്റെയിൽസേ കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം അസംഷൻസ് ആണ്. ഇങ്ങനെ ഒരു ഗ്രാമം ഉള്ളത് പബ്ലിക് ആക്കിക്കൂടെ? ഞാനത് പറഞ്ഞാൽ പ്രസ് വരും, ടൂറിസം ആവും, എല്ലാം ഒരു മോക്കറി ആവും. 7000 കണ്ടിയുടെ വേ ഓഫ് ലിവിങ് തന്നെ നശിച്ചു പോകും. ഈ എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ സമീപിച്ചിട്ടുണ്ടോ? എല്ലാം നോക്കി. How? കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറീസിൻ്റെ അടുത്തൊക്കെ ഞാൻ കയറി ഇറങ്ങി. കൈക്കൂലി കുറേ കൊടുത്തു എന്നല്ലാതെ ഒരു ഫലവും ഉണ്ടായില്ല. എവിടെ ചെന്നാലും അവരുടെ ബ്യൂറോക്രസി, അവരുടേതായിട്ടുള്ള റീസണിങ്സ്. എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പേരേ ഉള്ളൂ. ദേ ആർ ദ ലീസ്റ്റ് ബോദർ. കാട് സംരക്ഷിക്കാൻ സഹായം തേടി പല തേർഡ് റേറ്റ് പൊളിറ്റീഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ പോയി. എത്തിക്കിട്ടാൻ നിറയെ ഹെൽപ്പായിരിക്കും. இதுக்கெல்லாம் நிறைய டைமும் கேஷும் தேவை இருக்கு. இதுக்கு யாருக்கு டைம் இருக்கு சார்? அந்த மீட்டிங் எப்போ? പക്ഷേ ഈ കാടിനെതിരെ നാട്ടുകാരുടെ പെറ്റീഷൻ പോയിട്ടുണ്ട്. ദേ ബിലീവ് ദാറ്റ് ദ ഫോറസ്റ്റ് ഇസ് ഹോണ്ടഡ്. സാറിന് എനിക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. താങ്ക് യു.